KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികൾ ഇന്ന് ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് AICC ആസ്ഥാനത്താണ് ഈ കൂടിക്കാഴ്ച നടക്കുക. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, സഹഭാരവാഹികളെ തീരുമാനിക്കൽ തുടങ്ങിയൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്നത്. ഷെബീദ് റാവുത്തർ കൂടുതൽ അപ്ഡേറ്റ്സുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. KPCCക്ക് പുതിയ നേതൃനിര ഇന്നലെ ചുമതലയേറ്റിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ആ ചുമതല ഏറ്റെടുക്കൽ. കാരണം ഇന്നലെ ഇന്ദിരാഭവനിൽ ഒഴുകിയെത്തിയ പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. ഇന്ദിരാഭവന് ചുറ്റും തടിച്ചുകൂടിയ പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് ഇവർ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയമാകുമ്പോഴേക്കും അതെല്ലാം മറന്ന് നേതാക്കളെല്ലാം ഒന്നിച്ച് ആ വേദിയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. കെ സുധാകരന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം സണ്ണി ജോസഫിനെ വാനോളം പുകഴ്ത്തുന്നതും പുതിയ നേതൃനിരയിൽ തനിക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന് പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് പകുതിയോളം പരിഹരിച്ചു എന്നുള്ള തോന്നലുണ്ടാക്കാൻ ഇതിനോടകം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ നീക്കങ്ങളിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കും. അതിൽ ഒന്നാമത്തെ കാര്യം 2025 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. പുതിയ ടീം എന്ത് തരം സ്ട്രാറ്റജി കേരളത്തിൽ എടുക്കണം? മാത്രവുമല്ല, ഇനിയും LDF സർക്കാർ അധികാരത്തിലേൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് വലിയ ക്ഷീണം, അത് UDF-നെ സംബന്ധിച്ചല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കും. അത് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അത് തടയുക എന്നതിനുള്ള പ്രവർത്തനങ്ങൾ അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതെങ്ങനെ വേണമെന്നുള്ള കാര്യം ഇന്ന് നിശ്ചയിക്കും. KPCC പുനഃസംഘടനയിലെ മറ്റു തീരുമാനങ്ങൾ ഉണ്ടാകണം. DCC പ്രസിഡന്റുമാരെ മാറ്റുന്നതടക്കമുള്ള ചില കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. മാത്രവുമല്ല, ഇന്നലെ സണ്ണി ജോസഫും PC വിശ്വനാഥും ഒക്കെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഓർഗനൈസേഷണൽ ഓഡിറ്റ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഓർഗനൈസേഷണൽ ഓഡിറ്റ് AICCയുടെ അറിവോടെ എങ്ങനെ നടപ്പാക്കും? മാത്രവുമല്ല, ഇനി വിഷൻ 2025 ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തും, ഘടകകക്ഷികളെ എങ്ങനെ സമീപിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ AICCയുടെ അഭിപ്രായം തേടുക കൂടി ഇന്നത്തെ ചർച്ച ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടിമുടി മാറ്റം സംസ്ഥാനത്തെ കോൺഗ്രസിൽ കൊണ്ടുവരിക അത് ലക്ഷ്യം വെക്കുന്നുണ്ട്. പുതിയ നേതൃനിരയ്ക്ക് അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ചോദ്യം. ഓക്കെ, താങ്ക് യു ഷെബീദ് റാവുത്തർ.